This podcast is powered by Arun Ice Creams. മാം നമ്മളിപ്പോൾ സംസാരിച്ച മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വരുന്നതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ. അവരാണ് ഇനി വരുന്ന ഫ്യൂച്ചർ. അപ്പോൾ അവർ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ എറയുടെ പുറകെയും ഡിജിറ്റൽ ഡിവൈസസ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇനി അവരുടെ ഹാപ്പിനെസ് എന്താണ്, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യേണ്ട എലമെൻറ്റ്സ് എന്താണ്, അവരിലേക്ക് എങ്ങനെ നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും? Thank you, my girl. Very good question. Very tough again. You're asking very tough questions to me, but I'm very happy for that because that questions need to be answerable. എനിക്ക് തോന്നിയ കാര്യം എന്നുള്ളത് ഞാൻ എവിടെയും പറയുന്നു ഇൻ മൈ പെർസ്പെക്റ്റീവ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഐ എം ചലഞ്ചിങ് ദ ഓഡിയൻസ്. ഓക്കെ, കുട്ടികളുമായിട്ടൊരു 24 വർഷമായിട്ട് എനിക്ക് ജീവനാണ് കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ കുഞ്ഞായിട്ട് കാണുന്നവരാണ്, അല്ലാതെ 18 വയസ്സിൽ താഴെയുള്ളവരല്ല. ചിലപ്പോൾ ഹിന്ദു അതിനകത്ത് ഉൾപ്പെടാം, പറയാൻ പറ്റില്ലല്ലോ. ചൈൽഡിഷ്നെസ് ഉള്ള ആളുകൾ കുഞ്ഞുങ്ങളെന്ന് ഞാൻ പറയും. അതിൽ നമ്മൾ മെജോറിറ്റി പറയാം 18 വയസ്സിൽ താഴെയുള്ള സോ കോൾഡ് ലീഗലി കുഞ്ഞുങ്ങൾ, ചിൽഡ്രൻ എന്നറിയപ്പെടുന്ന കുട്ടികൾ. ഞങ്ങളുടെ കേരളത്തിൽ നടത്തിയ ഒരുപാട് പഠനങ്ങളിൽ വളരെ വിദഗ്ധമായൊരു പഠനമായിരുന്നു. ഒരു സ്കൂള്, സെലീന, ഞാൻ ആ സ്കൂളിൻ്റെ കൺസൾട്ടൻ്റാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ചലഞ്ചസ് ആണ് സ്കൂളുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. ബിക്കോസ് ഇൻഡെപ്തഡായിട്ടും നമ്മുടെ ഉള്ളിലൊരു വലിയ ഡ്രീമുണ്ട്, ഒരു ഗ്രോത്ത് സ്കൂൾ, ഒരു ഹാപ്പിനെസ് സ്കൂൾ. എല്ലാവരും ചോദിക്കാറുണ്ട് നീള സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. സ്കൂളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഈ ഇരിക്കുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് ദുബായ്. എൻ്റെ സ്വപ്നങ്ങളുടെ നാടാണ് ദുബായ്. എനിക്ക് എപ്പോഴേക്കും ഞാൻ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് എത്തുമോ അപ്പോഴേക്കും ഞാൻ കണ്ണ് നനയാറുണ്ട്. ഓക്കെ, ബിക്കോസ് എനിക്കൊരു ഡ്രീമാണ് ദുബായ്. ഇൻ ദ സെൻസ് ഓൾവേസ് മേ ബി ഐ വിൽ ബി സ്പീക്കിംഗ് ഇമോഷണലി. വൈ? ബിക്കോസ് ഇവിടെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളിലും ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിന് ആദ്യമായിട്ടൊരു ഇൻഡസ്ട്രി ഉണ്ടായി, ഐ മീൻ ഇത് മിനിസ്ട്രി ഉണ്ടായ നാടാണ് ദുബായ്, ഇല്ലേ? അതൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻസാണ്. ഓക്കെ, അത് അത്രമേൽ ഇപ്പോൾ ഈവൻ നമ്മളൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കിൽ ഇമോജികളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അവരൊരു ഫീഡ്ബാക്ക് നമുക്ക് എന്തിന് തന്നു എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇമോജികൾ മറ്റു സ്ഥലങ്ങളിൽ എന്തുകൊണ്ടില്ല എന്ന ചോദ്യം. അപ്പം ഇത്തരത്തിൽ വളരെ വിലമതിപ്പുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് വൈൽ സ്പീക്കിംഗ് അബൌട്ട് മൈ ഗോഡ്സ് ഓൺ കൺട്രി ഫ്രം ഹിയർ ടെലികാസ്റ്റിംഗ്. ബട്ട് യു നോ വൺ തിങ്, എൻ്റെ നാട്ടിൽ ഒരു സ്കൂളിൽ കുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞു, ഒരു അതോറിറ്റി പറഞ്ഞു, ഐ മീൻ ഫാദർ എന്നോട് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ പറഞ്ഞു, സെലീന, കുറച്ച് കുട്ടികളൊന്നും പഠിക്കണില്ല, മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് പാരൻസ് ഭയങ്കര ശല്യമാണ്. അപ്പോൾ പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ജോലിക്ക് പോകണം. കൊറോണയ്ക്ക് ശേഷം കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കണം. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൊറോണയും പറഞ്ഞില്ല, നമ്മളും പറഞ്ഞില്ല. ഓക്കെ, നമ്മുടെ പ്രസൻസിൽ അവർ കുറച്ചൊക്കെ ഉപയോഗിച്ചു, നമ്മുടെ ആബ്സെൻസിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരതിൽ സെർച്ച് ചെയ്യാം. അത് ചിലപ്പോൾ ഫോണായിരിക്കാം, ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, ചിലപ്പോൾ ഫുഡി വ്ളോഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ എന്തും ആയിരിക്കാം. അപ്പോൾ അവിടെ ഒരു അതിർവരമ്പുകൾ നമ്മൾ കൊടുക്കുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുറേ കുട്ടികൾ, ഞങ്ങളുടേതൊരു കുറച്ച് എലൈറ്റ് കമ്മ്യൂണിറ്റി സ്കൂളാണ്, ഇറ്റ്സ് ടോപ്പ് 1. അപ്പോൾ ഫാദർ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടികളിൽ മനുഷ്യത്വം ഉണ്ടാക്കാൻ എന്താ ചെയ്യുക? എനിക്ക് ആകെയുള്ളത് 2 ദിവസവും. ഞാൻ അച്ഛനോട് ഒരുപാട് പേഴ്സണലി ഹീസ് മൈ മെൻറ്റർ ടു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇതെന്തു കാര്യമാണ് ഈ പറയുന്നത്? 2 ദിവസം കൊണ്ട് മനുഷ്യത്വം ഉണ്ടാക്കാമെങ്കിൽ ഇന്നേ ഞാൻ ഒരു 100 കൊട്ടയ്ക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അപ്പോൾ ക്യാൻ വി ഹാവ് എ ലിമിറ്റ്? വി ആർ ഹാവിങ് ദ തോട്ട്സ്. ഓക്കെ, ഇവർ പഠിക്കണം, ഇവർ പ്രകൃതി അറിയണം, ഇവർ പുസ്തകങ്ങളെ അറിയണ്ട. ഹി വാസ് വെരി അമേസിങ് ഫാദർ. ഓക്കെ, ആൻഡ് of course when we are speaking together, father said, Salina, ഇതിൽ എന്തായാലും തോക്കും. ഓക്കെ, മൊബൈൽ ഞാൻ കുട്ടികളടുത്ത് എടുക്കാൻ പറയുകയാണ്, ഇറ്റ്സ് ചലഞ്ച് ടു യു. ഓക്കെ, കുട്ടികൾ മൊബൈൽ അന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെലീനയുടെ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തത്തിൽ പാളി. വി ഡോണ്ട് നീഡ് യുവർ പ്രോജക്റ്റ് സാർ, ഫാദർ ടോൾഡ് മീ. ഞങ്ങൾക്ക് ഹാപ്പിനെസ് പ്രോജക്റ്റ് വേണ്ട, ആദ്യം ചെയ്ത് കാണിക്കേ എങ്ങനെയാണെന്ന്. ഇറ്റ്സ് മൈ പ്രപ്പോസൽ ടോക്ക്. ഓക്കെ, then in a school bus, I still remember the school bus number is 17. ഓക്കെ, കാരണം വെച്ചാൽ എൻ്റെ കൊളീഗ് എന്നോട് പറഞ്ഞു, 1 + 7 = 8, 8ൻ്റെ പണി മാമിന് വരും. ഇങ്ങനെയാണ് ഈസ് മൈ കൊളീഗ്, മൈ സ്റ്റാഫ്. ആൻഡ് we started journey to very nearby tribal settlement. You know one thing, this is a research journey. ആൻഡ് ഫിൻലൻഡ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് കൺട്രിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോപ്പ് 1 ഇൻ ദ വേൾഡ്.
ദർ ഇസ് മെട്രിക്സ്, ദർ സൂയിസൈഡ് ഈസ് ഓൾസോ ടോപ്പ്. ഓക്കെ, ദാറ്റ്സ് അനദർ കേസ്. ബട്ട് ഈ രാജ്യത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ആണ് പ്രധാനമായിട്ടും ഹാപ്പിനെസ്സിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, സോഷ്യോ ഇമോഷണൽ ലേണിംഗ് കുട്ടികളെ എത്തിക്കുന്നതിന് കുട്ടികൾക്ക് സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ആണ് വേണ്ടത്, അല്ലേ? അപ്പോൾ സമൂഹവും വികാരവും സൊസൈറ്റിയും ഇമോഷൻസും അത് പഠിക്കുന്ന, ഐ മീൻ സാമൂഹിക വൈകാരിക പഠനം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. ഇത് പറയുന്ന അത്രയും എളുപ്പമല്ല. ഓക്കെ, ഭയങ്കര പാടായിട്ടുള്ള ഒരു ടോപ്പിക്. പാട് ഇൻ ദ സെൻസ് നമുക്കുള്ള ഇക്കോ സിസ്റ്റത്തിന് അത് മനസ്സിലാക്കി എടുപ്പിക്കാൻ പാടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിതിന് എൻ്റെ ചോദ്യത്തിന് കുറച്ചുകൂടെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ബിക്കോസ് എന്തിനാ അവർ നമ്മുടെ പോഡ്കാസ്റ്റ് കാണണം? ഇറ്റ് നീഡ് ടു ബി യൂസ്ഫുൾ ടു അവർ ഓഡിയൻസ്. ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് മനുഷ്യന്മാരായിട്ട് ബന്ധമില്ല. ഓക്കെ, ഞാൻ മറ്റേ കഥ അവിടെ നിർത്തിയേക്കുവാണ്. നമ്മൾ ബസ്സിൽ കയറിയിട്ടേ ഉള്ളൂ, നമ്മൾ ബസ്സിൽ പിന്നെ പോവുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഒരു 55 കുട്ടികളെ 2 ബസ്സുകളിലായിട്ട് കയറ്റുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നു. അത് കേരളത്തിൽ നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള നില ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്ന അരിപ്പ ട്രൈബൽ LPS എന്ന് പറയുന്ന സ്കൂൾ. 24 കുഞ്ഞുമക്കൾ പഠിക്കുന്ന, ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ സ്കൂളിൽ ഞങ്ങളുടെ ഒരുപാട് അസറ്റുകൾ, ഐ മീൻ ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങൾ കുറേ നൽകിയ ഒരു സ്കൂൾ. ഞങ്ങളുടെ ബോധവും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങൾക്ക് നൽകിയ സ്കൂൾ എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ആ സ്കൂൾ ഞങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു. ഓക്കെ, ആ കുഞ്ഞുങ്ങൾ ഞങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് വളരെ എലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ യൂണിഫോമൊക്കെ ഇട്ട് വളരെ ടിപ്ടോയ്, ഐ എം സോറി ടു ക്രിട്ടിസൈസ്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പുറകിൽ കൈ കെട്ടുന്നതും യൂണിഫോമിൻ്റെ സ്ട്രിപ്പ് ഉടയാതിരിക്കുന്നതും എന്ന് പഠിപ്പിക്കുന്ന, സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളത്തിൽ കുറച്ച് എന്താ പറയുക, മാനത്തുകണ്ണികളെ പിടിച്ചിട്ടിട്ട് അതിലൊരു തോർത്തിൽ അത് പിടിക്കുന്നത് അവർക്കൊരു ബ്രാൻഡിങ് ടെക്നിക്സ് മാത്രമായിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്കൂളുകൾ ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ആ എലൈറ്റ് എന്ന് സോക്കോൾഡ് എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിനെ എടുത്ത് ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ട്രൈബൽസിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടണം. അന്നേ ദിവസത്തെ ഉദ്ദേശശുദ്ധി എന്ത്, ട്രൈബൽസ് ഞാൻ എൻ്റെ മനസ്സിൽ ഇത് ടോപ്പ് എലൈറ്റ് ആണ്. എൻ്റെ ട്രൈബൽസ്, എൻ്റെ കുട്ടികൾ ടോപ്പ് എലൈറ്റ്. ദേ ആർ ഗോഡ്സ് ടു മീ. ഓക്കെ, ദേ ആർ ഓഫ് കോഴ്സ് നൈസ് ടു മീ. ഓക്കെ, ഞാൻ ഈ നൈസ് ടു മീനെ എൻ്റെ ദൈവങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ക്ലിയർ? എനിക്ക് എൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവും. എൻ്റെ നെഞ്ചെടുപ്പ്, എൻ്റെ ടീമിൻ്റെ നെഞ്ചെടുപ്പൊക്കെ വളരെ വലുതാണ്. അച്ഛൻ ഒന്നേ കാര്യം പറഞ്ഞോളൂ, ഇവർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം. ഓക്കെ, ഞാനൊരു ഇൻസ്ട്രക്ഷനും പറഞ്ഞിട്ടില്ല മൊബൈൽ ഉപയോഗിക്കരുതെന്ന്. വാട്ട് ഐ ഹാവ് ഡൺ, വെരി ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ എബൌട്ട് ദിസ് അരിപ്പ. അവിടെ നമുക്ക് പുഴയുണ്ട്, നമുക്കൊരു സ്മോൾ വാലി ഉണ്ട്, അവിടെ ഗന്ധർവൻ പാറയുണ്ട്, യക്ഷിപ്പാറയുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ പോവും, അവിടെ നിറച്ച് കിളികളുണ്ട്, മീൻ പിടിക്കാം, നമുക്കിന്ന് ചളിയിൽ നല്ലോണം കളിക്കാം. നിങ്ങളെല്ലാവരും ഒരു ഉടുപ്പ് വെച്ചേക്കണം. ഓക്കെ, അച്ഛൻ എനിക്ക് ഡെമോൺസ്ട്രേഷൻ ടൈം തന്നു. ഞാൻ അവിടെ പോയി പറഞ്ഞു, മാമ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, മനുഷ്യന്മാരുള്ള, ചളിയുള്ള, വെള്ളമുള്ള, വയലുള്ള കുറേ സ്ഥലത്ത് നമുക്ക് പോവാം. ഓക്കെ, അവന് ഒരു ഡിമാൻഡും ഇല്ല. നിങ്ങൾ അവിടുത്തെ കുട്ടികളോട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയണം, അവരെ പഠിപ്പിക്കണം. അവർ ചിലപ്പോൾ സോറി ടു സേ, ഈ റേഷനറി എന്ന് പറയുന്നൊരു സാധനം അവർക്ക് പുതിയത് അന്യമൊന്നുമല്ല. അവർക്കെന്ന് പറയുമ്പം, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശരിയൊന്നും അറിയില്ല. ഇപ്പോൾ 1 കിലോ ജയ അരി, 1 കിലോ സൂര്യക അരി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അന്യമാവുന്ന ഒരു സമൂഹത്തിലേക്കായിരിക്കാം ഞാൻ ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. പൈസ ഇല്ലാഞ്ഞോട്ടൊന്നും ആയിരിക്കില്ല. അവർ ആ അരിയിൽ, ഐ വോണ്ട് ടു ടെൽ യു, കേരള സ്റ്റേറ്റ് സപ്ലൈക്ക് കൊടുക്കുന്ന റേഷനറി ഈസ് വെരി ബ്രില്യൻറ്റ്. ഓക്കെ, ഐ ലവ് ഇറ്റ്. ഓക്കെ, പെട്ടെന്ന് വേവ് ചെയ്യും, പെട്ടെന്ന് കഴിക്കുകയും പെട്ടെന്ന് ദഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധനം എന്ന് വിചാരിക്കാം. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു 2 മണിക്കൂർ ആ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന, നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റികളിലും അവർ ഹാപ്പിയാണ്. അങ്ങനെയുള്ള കഞ്ഞി, ഓക്കെ, പാൽക്കഞ്ഞി, ഓക്കെ, കുറച്ച് കാട്ടിലെ കിഴങ്ങിൻ്റെയും കപ്പളങ്ങയുടെയും കറി, ഓക്കെ, ഞങ്ങളുടെ രമണി ചേച്ചി വെക്കുന്ന നല്ല അച്ചാറ്, ഓക്കെ, നല്ല കഞ്ഞിവെള്ളം, ഓക്കെ, പിന്നെ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി, ഓക്കെ. ഇത്രയും സാധനങ്ങൾ ഞാൻ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇമേജ് വരച്ചു വെക്കുന്നു, വിഷ്വൽ ഇമേജ്. ശ്രദ്ധിക്കണം, ഇവിടെ മാഗി യുഗമാണ്, മന്തി യുഗമാണ്, ഇതെല്ലാം കഴിക്കുന്ന കുട്ടികളാണ്, ചോറ് കഴിക്കാത്ത കുട്ടികളാണെന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ഇസ് എൻ്റർലി ഡിഫറെൻറ്റ്, യു നോ. ക്യാരക്ടർ അനലൈസ് ചെയ്തു, ബിഹേവിയർ അനലൈസ് ചെയ്തു, പേഴ്സണാലിറ്റി അനലൈസ് ചെയ്തു, മാർക്ക് അനലൈസ് ചെയ്തു. മാർക്കിൻ്റെ ബേസിസിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഒരു സ്കൂളിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് നമ്മളെല്ലാവരും പറയുന്നത് നീ പഠിക്കാനാണ് സ്കൂളിൽ പോകണമെന്ന്. ഞാൻ പറയും, നീ ചോദ്യം ചോദിക്കാനാണ് സ്കൂളിൽ പോകേണ്ടത്.
നീ പഠിപ്പിക്കാനാണ് സ്കൂളിൽ പോകേണ്ടത്, നീ പഠിച്ചത് കളയാനാണ് സ്കൂളിൽ പോകേണ്ടത്, പുതിയത് പഠിക്കാനാണ് നീ സ്കൂൾ. ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് പ്രോസസ് ഈ സ്കൂൾ. യെസ്. School doesn't mean that you have to study the subject by kicking like a Barbie doll or maybe a Yandra Manishan. Then you are okay, yes, nice. Exam, omitting something and you can go back. Of course, ഈ സിസ്റ്റം എന്ന് മാറുന്നുവോ അന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇല്ലാതെയാകണം. ഹാപ്പിനെസ്സിനൊരു കോച്ച് ഇല്ലാതെയാകണം. സന്തോഷം കണ്ടെത്താൻ ഒരു മനുഷ്യൻ്റെ അഡ്വൈസ് എന്തിനാണ് എന്നൊരു സമയം വരുന്നതാണ് എൻ്റെ സ്വപ്നം. അതുകൊണ്ടാണ് ഡെമോക്രറ്റൈസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സ്കാറ്ററായി പോകുന്നില്ല, എന്നോട് ക്ഷമിക്കുക. കാരണം മെൻ്റൽ ഹെൽത്തിന് ജനാധിപത്യവൽക്കരണം ഉണ്ടാകണം. മെൻ്റൽ ഹെൽത്തിൽ നിങ്ങൾക്കൊരു വേദനയുണ്ടോ, എന്നെ വിളിക്കൂ, ഞാൻ വേദന തീർത്തു തരാം. ഈ ലോകത്ത് വേദന തീർക്കാൻ ഒരു മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ മാറ്റാൻ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാം. എങ്ങനെ? ഞാൻ പഠിച്ച പുസ്തകങ്ങൾ വെച്ചിട്ടല്ല, നിങ്ങളെന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ചൂടും വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഹാപ്പിനെസ് ഫിക്സ് ചെയ്യാം. അല്ലാതെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ കഞ്ഞിയൊക്കെ കൊടുത്ത് കപ്പയൊക്കെ കഴിച്ചു വരുന്ന ഒരാളോട് ഞാൻ പറയാം, ഇന്ന് രാവിലെ എൻ്റെ കൂടെ വായോ, ഞാൻ നിങ്ങൾക്ക് വയർ നിറച്ച് ഭക്ഷണം മേടിച്ചു തരാം, ഈ ഹോട്ടലിൽ കാണുന്ന ഏറ്റവും വിലയൂടിയ ഭക്ഷണം മേടിച്ചു തരാം. അയാൾക്ക് കഞ്ഞി മതിയെങ്കിലോ? അയാളുടെ ഹാപ്പിനെസ് കഞ്ഞിയാണെങ്കിലോ? ഇപ്പം ഇന്ന് ഞാൻ ഇതിനോട് പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കഞ്ഞി തരാമോന്ന്. എൻ്റെ ഐ വോണ്ട് ടു ബി റിയലിസ്റ്റിക്. എൻ്റെ ഹാപ്പിനെസ് കഞ്ഞിയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വെള്ളം വേണം, എനിക്ക് കഞ്ഞി വേണം. എന്ന് കഴിച്ച ദോശയിൽ എനിക്ക് ആ ദോശ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ആ ദോശയ്ക്ക് ടേസ്റ്റ് കൂടി. ബിക്കോസ് ദാറ്റ്സ് മൈ ഫീലിംഗ്. ചിലപ്പോൾ ഉപ്പ് കുറയാം, ഉപ്പ് കൂടാം, ബട്ട് മൈ ഫീലിംഗ് ദാറ്റ് എനിക്ക് എൻ്റെ വീട്ടിലെ മണം വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഹാപ്പിനെസ് വീട്ടിലെ മണമാണ് ആ ഫുഡിൽ. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാ ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് എടുത്തു പറയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ടീച്ചേഴ്സ് കൊള്ളരുതാത്തതെന്ന് പറഞ്ഞാൽ, ഓക്കെ, തല്ലുകൊള്ളികളെന്ന് പറഞ്ഞാൽ, അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാണ്. അവിടെ കാറ്റഗറി ഉണ്ട്. തല്ലുകൊള്ളിത്തരത്തിന് അവിടെ ഒരു കാറ്റഗറി ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരു ബ്യൂട്ടിഫുൾ വേർഡ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൗണ്ടഡ്, ഐ ക്യാൻ സേ ഗ്രൗണ്ടഡ്. ഓക്കെ, ഹൂ യു ആർ to categorize a child into a grounded level. Who stupid you are? Who stupid I am? Who stupid I am to speak you that you are grounded? Who are me? Who am I? Okay. ഞാൻ അത് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവൻ ഇന്നില്ലേ ഞാൻ നടത്തിയ ഇൻ്റർണൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പം ഞാൻ അവരോട് പറഞ്ഞേ, ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, സമ്മാ പറയുന്നോട്ട് കേൾക്കുമോ? ഓൾ ടുഗെദർ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദിവസം അവരെ പോയി കാണും, അവരെങ്ങനെയാ നോക്കാം. ആദ്യം ചോദിക്കണത്, എപ്പോൾ ചെളി കളിക്കും, എപ്പോൾ മണ്ണിൽ കളിക്കും, എപ്പോൾ മീൻ പിടിക്കും, മാൻ പറഞ്ഞ സ്ഥലത്ത് എപ്പോൾ കൊണ്ടുപോകും. യുനോ, ഞാൻ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ് എൻ്റെ നിളയുടെ യൂട്യൂബിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ഇതാണ്. എനിക്ക് ടൈം കുറവായതുകൊണ്ടാണ്. എനിക്കൊരു കത്തുണ്ട്, ആ മോളുടെ പേര് ഞാൻ അന്ന് വായിക്കും. ഓക്കെ, അവളെനിക്കൊരു യാത്രാ വിവരണ കത്ത് എഴുതി തന്നു ഈ സെഷന് ശേഷം. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ ഞാൻ കുറേയധികം, നമ്മൾ ഈ കത്ത് ചേർത്ത് വെച്ച് കരയില്ലേ, ഐ എം വെരി ഹാപ്പി, ഐ എം ഫീലിംഗ് മൈ ഐസ്. ഓക്കെ, ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കില്ലേ, ഓ മൈ ഗാഡ്, ഐ എം സോ ഹാപ്പി ബിക്കോസ് അവൾ എനിക്ക് എഴുതിയ കത്താണത്. ഓക്കെ, ഞങ്ങളിങ്ങനെ അവിടെ പോയി ഇറങ്ങുന്നു. ആദ്യം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം സ്കൂളിൻ്റെ തറയിലൊക്കെ മണ്ണുണ്ട്, ഭയങ്കര എന്താ വെച്ചാൽ ഒരു ഞങ്ങളുടെ സ്കൂൾ സാധാരണക്കാരൻ്റെ സ്കൂൾ. ഓക്കെ, അപ്പോൾ അവിടെ അതെല്ലാം ഉണ്ട്. അടുക്കളയൊക്കെ പുകയാണ്, അടുപ്പത്താണ്. കുട്ടികൾ പലതും അത് കണ്ടിട്ടില്ല, മെജോറിറ്റി കുട്ടികൾ കണ്ടിട്ടില്ല, മൈനോറിറ്റി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങി. യൂണിഫോമൊക്കെ ഇങ്ങനെ മാറിയും തിരിച്ചൊക്കെ ബട്ടൺ എടുത്തില്ലേ, ഒരു LKG നിക്കറൊക്കെ, സിബൊന്നും ഇടാത്ത നിക്കറൊക്കെ ചിന്തിച്ച് നോക്കും. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. എന്നാടാ സിബിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിബിഡ്, ഓ സോറി നിലാമ്മ. ഓക്കെ, ഇതെല്ലാം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കുട്ടികൾ ആദ്യം കാണുമ്പോൾ വൈ ലൈക്ക് ഓക്വേർഡ്, മേ ഫീൽ ഓക്വേർഡ്. ഐ ഒബ്സർവ് ഓൾ ദാറ്റ് ഓക്വേർഡ്നെസ് ഇൻ ദെയർ ഐസ്. ഓക്കെ, ഞാൻ അതെല്ലാം ഒബ്സർവ് ചെയ്തു ലിറ്റിൽ, യു നോ, വണ്ടർഫുള്ളി. See my dear, at the end of the journey we started 6 PM evening. എൻ്റെ കുട്ടികളൊന്നും മൊബൈൽ ഉപയോഗിച്ച് ഞാൻ കണ്ടില്ല. ഐ എം ഡിബേറ്റിംഗ്, ചലഞ്ചിങ്. ഓക്കെ, വൈ? അവർക്കായുള്ള സമയം ഞാൻ കൊടുത്തില്ല. മോറോവർ, എന്തുകൊണ്ടാണ് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? ദേ ആർ ഫൈൻഡിങ് സം ഡോപ്പമിൻ ഇൻ ദാറ്റ് സ്ട്രിപ്സ്. ഡോപ്പമിൻ അതിനകത്തുണ്ട് അവർക്ക്, അല്ലെ? അവർ ഈ റീൽസോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡോപ്പമിൻ ഉണ്ട്. എനിക്ക് എടുത്തു പറയാൻ പറ്റും, എല്ലാ കുട്ടികളും അങ്ങനെ വേണ്ടാത്തത് കണ്ടൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷേ
കുഞ്ഞുങ്ങൾക്കിത് കൊടുക്കുന്നതിൽ അവരതിനകത്ത് എത്തുന്ന കാര്യങ്ങളെ ഞാൻ ഈ പറഞ്ഞ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകൂ, സമൂഹത്തിലേക്ക് കൊണ്ടുപോകൂ. ദുബായ് ആണെങ്കിൽ ഉള്ളൊരു ഗാർഡനിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കൂ, കേട്ടിരിക്കൂ, കണ്ടിരിക്കൂ. സി, കുട്ടികൾ നിശബ്ദതയിൽ ശബ്ദിക്കുന്നവരാണ്. ഓക്കെ, നിങ്ങൾ സൈലൻസിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ യു ഹാവ് ടു വാച്ച് ദം. അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെൻ്റെ ഹാപ്പിനെസ് ആണ് കേട്ടോ. ഇങ്ങനെ വായി നോക്കുക എന്നൊക്കെ പറയും പോലെ നമ്മളിങ്ങനെ ഒരാളെ അല്ല ആ അർത്ഥത്തിലൊക്കെ എനിക്ക് നമ്മുടെ കുട്ടികളൊക്കെ പറയാറുണ്ട്, ഞാൻ അതിന് പോയി നോ ഐ ആം ഓൺ ഒബ്സർവേഷൻ ഓക്കെ എന്ന് പറയും. നോ ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്, പോയിട്ട് നോക്കാം. ആ ഗാർഡനിലുള്ള എല്ലാ ചെടികളിൽ നിന്നും അലോടാണെങ്കിൽ ഓരോ ഇല എടുത്തിട്ട് വായോ. ലാസ്റ്റ് വീക്ക് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഐ ഫീൽ വാട്ട്സ് ഹിസ് നെയിം ഓഫ് ദ ചൈൽഡ് നോ, മൈ സ്മോൾ ചൈൽഡ്, ഇല പറിച്ച കുട്ടി നമ്മുടെ റൂമിൽ നിന്ന്, ഹിസ് അമർ ഓർ ഓമർ സംതിങ് എക്സ് ഓർ വൈ, ഹീസ് ഓൺലി 4 years. അവന് എൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് സ്കൂളിൽ നിന്നാണ് വിട്ടത്. ഒറ്റ കാര്യമുള്ള അവൻ എല്ലാവരും കടിക്കുന്നു. ക്ലിയർ? അവൻ്റെ വിനോദം കടിക്കുക, മുറിവേൽപ്പിക്കുക. ഓക്കെ, പേന എടുത്ത് കുത്തി വെച്ച് കൊടുക്കുക, അതിലിരിക്കുമ്പോഴത്തേക്കും അത് കുത്തി കയറുക, അപ്പോൾ അവൻ ചിരിക്കുക. ഓക്കെ, കൗൺസിലിംഗ് വന്നേക്കുന്ന ആളുടെ പ്രായം 4 വയസ്സാണ്. ഞാൻ ഒരു ഇമേജറി കൊടുക്കുകയാണ്. അയാൾ മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അച്ഛൻ അമ്മയൊക്കെ, ഫാദർ ഈസ് ഫ്രം ദുബായ്, അമ്മ ഈസ് എ ഹൗസ് മേക്കർ, ബട്ട് ഷീ ബോൺ ഫോർ എ ടീച്ചർ, only single girl, single boy. Grandparents are there. Maybe I am diverting, but I feel that my audience can listen to this. Okay, so with all your permission I am diverting. Okay, ഞാൻ എന്ത് പറഞ്ഞാലും കുട്ടികളിൽ വന്നെത്തും, അതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, പക്ഷേ ഹാപ്പിനെസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവ വന്നിട്ട് ഒമർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാൻ ഓക്കെ ഒമർ കുട്ടി, ഒമർ അല്ലായിരിക്കട്ടോ പേര്, നമുക്ക് ഒമർ എന്ന് വിളിക്കാം. എന്താണ് എൻ്റെ ഉമറേ, എന്താണ് വിശേഷം, സുഖമായിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഭയങ്കര നോട്ടിയായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടേബിളിൻ്റെ 2 സൈഡിലും 2 ക്ലിപ്സ് ഉണ്ട്. അത് എപ്പോഴും എല്ലാ കുട്ടികളും അത് പൊക്കിയെടുക്കാറുണ്ട്. അവിടെ കുറച്ച് ഫിഷ് ഉണ്ട്, കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. മൈ റൂം ഈസ് വെരി ഓർഗാനിക്. ഒന്നുമില്ല, എൻ്റെ കൂട്ടുകാരികളിലും കുറേ ഇലകളും പൂച്ചകളും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ കുറച്ച് സമയം നോക്കുമ്പോൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20-25 മിനിറ്റിനുള്ളിൽ ആളൊന്ന് മൂവ് ചെയ്തു. അമ്മ പറയുന്നത് അവൻ ADHD ആണ്, ഹൈപ്പർ ആക്റ്റീവാണ്, അവൻ എല്ലാവരും കടിക്കുന്നു, അക്രമവാസനയുണ്ട്, എന്തോ അക്രമവാസനയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അമ്മ നിങ്ങൾ കടിക്കാറുണ്ടോ, ദേഷ്യം വന്നാൽ അടിക്കാറുണ്ട്? ഏയ് ഞാൻ ഒന്നും ചെയ്യില്ല, ഐ എം വെരി നൈസ് ഗേൾ. ക്ലിയർ? ഷീ ഈസ് വെരി നൈസ് ഇൻ ഹെർ ഓൺ പെർസ്പെക്റ്റീവ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് എല്ലാ കാര്യങ്ങളിലും ഇവൻ അവിടുന്ന് പതുക്കെ, ഞാൻ നോക്കുമ്പോൾ ഒരു 25ാമത്തെ മിനിറ്റ് പതുക്കെ എണീറ്റു. ഓക്കെ, എണീറ്റിട്ട് പതുക്കെ അവിടെ പോയിട്ട് ഇരുന്ന ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ ഇലയും വളർന്നു വരുന്നത് കണ്ണോടെ നോക്കിയിരിക്കുന്ന, ഞാൻ പേരിട്ട് വിളിക്കുന്ന എൻ്റെ ചെടികളിൽ ഒരാളെ ഇങ്ങനെ നുള്ളിയെടുത്തു. അതിൻ്റെ മുഖം മാറാൻ പാടില്ല, ബട്ട് എൻ്റെ മുഖം മാറി. ഞാൻ മുന്നോ നോക്കോ, മീനു എന്നാണ് പേര്. മീനുവിന് വേദനിക്കും, 4 വയസ്സാണ്, ഹൈലി കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത കുട്ടിയാണ്. മീനുവിന് വേദനിക്കും. ഉമറിനൊരു കാര്യം ചെയ്യാവോ, തിരിച്ചായില്ല അവിടെ ഒന്ന് പെർമിഷൻ എടുത്തിട്ട് എൻ്റെ കൈ മുറിക്കണോട്ടല്ലേ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, ബട്ട് ഇതിൻ്റെ മാജിക് ഉണ്ട് എൻഡിൽ. കൈ മുറിക്കണല്ലേ ഉമറിൻ്റെ കൈനെ വലിച്ചെടുത്ത് ഉമറിനെ മുറുകിയില്ലേ. പെട്ടെന്ന് ആ കുട്ടി കയ്യിലേക്ക് നോക്കി. ഓക്കെ, ഇല്ല അമ്മാമൊന്നും ചെയ്യാനല്ല, തിരികെ ഇല ഒന്ന് ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ, ഞാൻ സൂപ്പർ ഗ്ലൂ കൊടുക്കുന്നു, കുട്ടിയെടുത്ത് ഇല ഒട്ടിക്കാൻ പറയുന്നു. ഇവൻ കരഞ്ഞു, ഇല ഒട്ടിച്ച് വെച്ചു. അത് ഞാൻ ക്യാൻ യു കിസ് ഇറ്റ്, കിസ് എന്ന് പറയുമ്പോൾ കിട്ടുന്നു ഇങ്ങനെയോ വായി പൊത്തി. ഐ മീൻ അവൻ കിസ് കേട്ടിരിക്കുന്ന വേറെ ഏതോ രീതിയിലാണ്. അപ്പോൾ എന്നെ ഫാദറിനോട് ചോദിച്ചു, ഫാദർ പിന്നെ ഉമ്മ കൊടുത്തോ പറഞ്ഞു. ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെർമിഷൻ എടുത്തു ഫാദറിൽ നിന്ന്, ഇലകൾക്ക് ഉമ്മ കൊടുത്തു. പിന്നെ അവനൊരു തട്ട് കാണില്ലേ, പാറ്റ് ചെയ്തു. പാറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുവരെ ഞാൻ പറഞ്ഞു. പിന്നെ അവൻ്റെ നെക്സ്റ്റ് ആക്ഷൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കൂ, എല്ലാവരെയും കടിച്ചു മുറിവേൽപ്പിച്ച ഒരാൾ ഒരു ഇല മുറിച്ചപ്പോൾ ഒരു ഉമ്മ കൊടുത്തിട്ട് അത് ഒട്ടിച്ചു വെക്കുക, വേദനിക്കൂലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദിസ് മദർ വാസ് ക്രൈങ്. ഈ കുട്ടി ഇത് ചെയ്തപ്പോൾ അമ്മയുടെ പോയിന്റ് ഇതായിരുന്നു, ഇതുപോലൊന്നും അല്ല വീട്ടിൽ, ഇതുപോലൊന്നും ആയിരിക്കില്ല വീട്ടിലെ സാഹചര്യം. എങ്കിലും എൻ്റെ കേസ് ഇൻസിഡൻറ്റിൽ ആ കുട്ടി ഞാൻ അനുസരിച്ചല്ലോ. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഇങ്ങനെയൊരു ശിക്ഷണം കൊടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം ചെയ്യുന്നത് അടി കൊടുക്കാറുണ്ട്, പിന്നെ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? അവൻ ആരെ അടിക്കാൻ പറ്റില്ല, അവൻ കടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരെയും. സോ പാരൻ്റൽ പ്രോബ്ലം, ഐ മീൻ ഓട്ടോക്രാറ്റിക് പാരൻറ്റിങ് എന്ന പാരൻറ്റിങ് സ്റ്റൈലിൽ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ഒരൊറ്റ ആക്ഷനിലൂടെ മോനെ പുറത്ത് ഗോപികയ്ക്ക് കൊടുത്തിട്ട് അവനെ കളിക്കാൻ വിട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് 2 മണിക്കൂർ
ഞങ്ങൾ പാരൻസുമായി സംസാരിച്ച് ഒരു സൊല്യൂഷനിലെത്തുകയാണ് ഉണ്ടായത്. ഉം. ഇപ്പോഴത്തെ സെക്ടറിൽ അപ്പോൾ അവിടെ മൊബൈൽ ഫോണിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വികൃതികൾക്ക് അമ്മ അവന് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്, അത് അവന് അലോഡാണ്, അത് എടുക്കുന്ന സമയത്ത് അവൻ കടിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ക്ലിയർ? ഉം. ആ ഇക്കോ സിസ്റ്റത്തിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി കുട്ടിയെ വേറെന്നിലേക്ക് പോകാൻ കുട്ടി സോഷ്യോ ഇമോഷണൽ ലേണിംഗ് ഉണ്ട്. എങ്ങനെ? ഉം. അവൻ ഇല ഒട്ടിച്ച് വെച്ചിട്ട് തട്ടിക്കൊടുത്തു. Yes. അപ്പോൾ ഞാൻ ആ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈസ് വെരി ലവബിൾ ബോയ്, ഉം. അത് മാം എപ്പോഴും ഞാൻ അവന് പാറ്റ് ചെയ്യാറുണ്ട്, അവൻ അത് അപ്പുറത്ത് പാറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ? ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ ഒബ്സർവേഷൻ. ഉം. ഇത് ഞാൻ അപ്പുറത്തെ എൻ്റെ കുട്ടികളെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടം കൂടെ കൊണ്ടുവരണം. ഇല്ലാതായതല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കൊണ്ടുവരണം. ഞാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഉം. കൊണ്ടുവരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉം. അതിൻ്റെ കാരണം അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ ബെസ്റ്റ് സാധനം കൂട്ടുകാരെ കാണിക്കാനൊക്കെ കൂടെ എടുത്തുകൊണ്ടൊക്കെ വന്നു. ഉം. പോവാൻ സമയത്ത് ഞാൻ പറഞ്ഞു, മാവിനൊരു റിക്വസ്റ്റ് ഉണ്ട്, ഉം. ഈ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇപ്പം നിങ്ങൾ കാണുന്ന അടുത്ത് പോയി ഇരുന്നിട്ട് അവർക്കും കൊടുക്കാൻ പറഞ്ഞു. ഉം. തിരിച്ച് മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉം. കൊടുക്കാൻ പറഞ്ഞു. ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഉം. അവരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. You know one thing, my children were rushing to give. ഉം. Nice. ഓക്കെ, 24 കുട്ടികളേ ഉള്ളൂ, 55-ൽ പരം മറ്റു കുട്ടികളുണ്ട്. ഉം. അപ്പോൾ ഗിഫ്റ്റ് വീണ്ടും ബാക്കി വന്നു. ഉം. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, അവർക്ക് ഇനി കൊടുത്താൽ അവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യില്ലേ, കളിപ്പാട്ടമല്ലേ, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു കത്ത് എഴുതുക, എഴുതി ഹെഡ് മിസ്ട്രസ് മാമിന് കൊടുക്കാൻ പറഞ്ഞു. ഉം. കത്ത് എഴുതാൻ അറിയില്ലെങ്കിൽ പോയി മാമിനെ ഹഗ് ചെയ്തിട്ട് അത് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് എപ്പോഴെങ്കിലും ഈ കളിപ്പാട്ടം പൊട്ടിപ്പോകുമ്പോൾ ഇത് പകരം കൊടുക്കാൻ പറയാൻ പറഞ്ഞു. ഉം. Father and teachers were amazing because the complaint from the parents are that ഇവരൊന്നും ഷെയർ ചെയ്യുന്നില്ല, സിംഗിൾ ചിൽഡ്രൻ ആണ് കൂടുതലുണ്ടായിരുന്നത്. ഉം. ഓക്കെ, ഇത് ആർക്കാണ് തെറ്റുപറ്റിയത്? എവിടെയാണ്? ഇക്കോ സിസ്റ്റത്തിനെ മാറ്റിക്കൊടുത്ത് കുറേ മനുഷ്യന്മാരെ പുതിയതായിട്ട് കൂടെ കൊടുത്ത് ഉം. അത് മനുഷ്യ കുട്ടികളെ കൊടുത്ത് അവരെ പോലെയുള്ള കുഞ്ഞുമക്കളെ കൊടുത്ത് ഉം. നിങ്ങൾ മുതിർന്ന 8ാം ക്ലാസ്സുകാരാണ്, ഇതെല്ലാം 4th സ്റ്റാൻഡേർഡിലെ LP-കാരാണെന്ന് പറഞ്ഞു കൊടുത്ത് ഉം. നിങ്ങളുടെ കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരുമാണെന്ന് ഇമോഷണൽ ലേണിംഗ് കൊടുത്ത് ഉം. ഫുഡ് എന്ന് പറയുന്ന വിഷ്വൽ ലേണിംഗ് കൊടുത്ത് അതിനകത്തൊരു സാധനത്തിന് സ്റ്റോറി വേ മെത്തേഡിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്ത് നമ്മൾ പോണ സമയത്ത് നമ്മൾ മീൻ പിടിക്കുക ഒരു ടവൽ കരുതിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മീനൊന്നുമില്ല. ടവൽ അവർ വീട്ടിൽ കണ്ട ടവലും എടുത്തുകൊണ്ടാണ് വരുന്നത്. ഉള്ള മീനുകളെല്ലാം അവർ ഐ ആം ഗിവിങ് ദം ആൻ എക്സ്പീരിയൻസ്. യു നോ വൺ തിങ്, ഉം. പോകാൻ സമയത്ത് ഞാൻ ഇവരോട് ലൈഫ് എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു. കുളത്തുപുഴ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു 28 കിലോമീറ്റർ ഉണ്ട്. ഉം. ദേ വെർ റഷിംഗ് ടു സ്പീക്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളുകൾ മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സി, digital detox, the only one solution in the world is not giving those psychiatric treatment or not bagging up. പിടിച്ചു പറിച്ചെടുക്കുക, മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു പറിച്ചെടുക്കുക, അവർ വയലൻ്റായിട്ട് കിടന്ന് നിലവിളിക്കുക, നേരെ സൈക്കാട്രിക്കിലേക്ക് പോവുക, അവർക്ക് എന്തോ വിഷയമാണെന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ട് നിങ്ങളങ്ങ് ഇവാലുവേറ്റ് ചെയ്യുക, പാരൻസ് അങ്ങ് ജഡ്ജ്മെൻ്റലാവുക അല്ല ചെയ്യേണ്ടത്. അവരെ ഇപ്പോൾ ഇത് ദുബായ് ആണല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു മോളിലേക്ക് പോകുന്നുണ്ടല്ലോ, നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ പറയൂ. നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ്, അവിടെ കൊണ്ടേ കൊടുക്കാൻ പറയൂ. ആ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതാൻ പറയൂ. ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എന്ന് നമുക്ക് വിളിക്കാം അതിനെ. എന്തിനാ ഹാപ്പിനെസ്സിലേക്കൊക്കെ പോകാന്ന് വെച്ചാൽ, മോനൊരു കത്ത് എഴുതൂ, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നീ നിൻ്റെ ഗിഫ്റ്റ് ചെയ്യാം, അമ്മേൻ്റെ ഫ്രണ്ടിന് കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വാങ്ങാം. അവിടെ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞൊരു ഗിഫ്റ്റ് കൊണ്ടുവരികയാണ്, അത് അവൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുവരികയാണ്, ഈ വായിക്കുക. ഓക്കെ, ഈ കത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? നമ്മളിടില്ല. അവൻ കൊടുത്തുന്ന ഇതിനൊക്കെ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ സെൽഫ് എസ്റ്റീം കൂട്ടി കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ ഡിറ്റോക്സിലേക്ക് അവനെ മാറ്റണമെങ്കിൽ സോഷ്യോ ഇമോഷണൽ ലേണിങ്ങിലേക്ക് മാറ്റാം. ഒരു മാർക്കറ്റിലേക്ക് പോവാം, അവൻ്റെ കയ്യിൽ ഒരു 50 ദിർഹംസ് ഒരു 100 ദിർഹംസ് കൊടുത്തു, മോൻ ഇവിടെ പോയിട്ട് അമ്മയ്ക്ക് വേണ്ടുന്ന അമ്മയുടെ ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ചിട്ട് വാ. യു വിൽ ബി ഓൺ സർവലൻസി. ഓക്കെ, അവിടെ നിൽക്കുക. അമ്മയുടെ ഇഷ്ടം എന്തെന്ന് അവന് അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയോ തോറ്റു. ഓക്കെ, അപ്പോൾ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക. അമ്മയുടെ ഇഷ്ടം നാളെ രാവിലെ ഇന്നത് കഴിക്കുകയാണെങ്കിൽ അത് പോയി ആ ഫ്രൂട്ട് മേടിച്ചിട്ട് വാ. ഓക്കെ, അവിടെ പോകുന്നു, അത് കൊടുക്കുന്നു, അവിടെ പേ ചെയ്യുന്നു. ദാറ്റ് എ പ്രോസസ്. 7 to 8 പ്രോസസ് ആർ ദെയർ. ട്രോളി എടുക്കണം, പോകണം, സെലക്ട് ചെയ്യണം, ഈസ്തറ്റിക് സെലക്ഷൻ. ദെൻ കമ്മിങ് അമ്മക്ക് ഇത് ഇഷ്ടപ്പെടുമോ, അമ്മയുടെ കാര്യങ്ങൾ ഹിസ് തോട്ട് ഈസ് ദെയർ. ദെൻ അവിടെ വന്ന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സാധനം കൊണ്ടുവരില്ല. യു ആർ അമേസിങ്, വണ്ടർഫുൾ ബോയ് ഓർ എ ഗേൾ എന്ന് ഒരു സിമ്പിൾ തിങ് പറയുമ്പോൾ നിങ്ങൾ കുട്ടിയോട് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ അവൻ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഇന്ദു, അമ്മയ്ക്ക് എന്തായിരുന്നു വേണ്ടേ അല്ലേ? അപ്പം എന്താ ഇന്ദു പറയാ? അപ്പായോട് ചോദിക്കേ. അപ്പം സെക്കൻഡ്, അച്ഛൻ ഇന്ന് എന്താ വേണ്ടേ?
അപ്പോൾ അച്ഛൻ പല രീതിയിൽ പ്രതികരിക്കാം. നേരത്തെ ഇന്ദു അവിടെ ലേണിംഗ് കൊടുത്തു വെക്കണം, ഉം. ഇന്നത് വേണമെന്ന് പറയണം. അതെന്തായിരിക്കണം? ഇവന് മോസ്റ്റ് ടഫസ്റ്റ് സെലക്ഷനുള്ള സാധനമായിരിക്കണം ഫേസ് 2. ഓക്കെ. അപ്പോൾ ഒരു സാധനം പോകുമ്പോൾ അവൻ്റെ പിൻ സൈഡ് നോക്കണം, വായിക്കും. ഇപ്പോൾ പേസ്റ്റ് എടുക്കാം, പേസ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഏത് പേസ്റ്റിലും പുറകിൽ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ വിഴുങ്ങരുത്, ഇത് ഭയങ്കര വിഷമുള്ള സാധനമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഐ മീൻ ഇത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, അതിനുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുക, അതിൻ്റെ പുറകു സൈഡ് വായിക്കുക. അപ്പോൾ കുട്ടി ഒരു പുറകു സൈഡ് ഒബ്സർവ് ചെയ്യുന്നു, ആ സാധനം വായിക്കുന്നു, ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നു, പ്രൈസ് എത്ര ദിർഹംസ് എന്ന് നോക്കുന്നു, നമ്മളത് കൊടുക്കുന്നു, അത് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്പർ കൊടുക്കുന്നു, അതെടുത്ത് അപ്പാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതല്ലേ, ഹഗ്, ടൈറ്റ് ഹഗ് ആൻഡ് ജസ്റ്റ് ഗിവ് മ വെരി അപ്ലോസ്. ബിക്കോസ് നോക്കൂ ഇന്ദു, ഞാൻ മേടിച്ചതിനേക്കാൾ നമ്മുടെ കുട്ടി ബ്രില്യൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തല്ലോ. ഇതെന്താ നമ്മൾ കൊടുക്കുന്നത്? നിങ്ങളിങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മുടെ ഇവിടെ കാണുന്ന ലിമിറ്റേഷനുള്ളിൽ നമ്മുടെ കുട്ടികൾക്ക് ഫ്രൂട്ട്ഫുൾ ടൈം കൊടുക്കാമെങ്കിൽ ഐ എം ചാലഞ്ചിങ്, ഡിറ്റോക്സ് വിൽ സ്റ്റാർട്ട് ദെയർ. സോ അത് ഹാപ്പിനെസ് ആണ്. ക്ലിയർ? അല്ലാണ്ട് പിടിച്ച് പറിച്ച് വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് ടൈം വെക്കരുത്. കുട്ടികൾക്ക് ടൈം അങ്ങനെ കിട്ടില്ല. ഐ മീൻ നിങ്ങൾ ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പറയുന്നത് നല്ല ഡിസിപ്ലിൻ തന്നെയാണ്. ബട്ട് നമ്മളുടെ സൂപ്പർവിഷൻ ഉണ്ടാവണം. ഓക്കെ. നമ്മളും അതുപോലൊരു ടൈം അവരുടെ കൂടെ വെക്കണം. ഓക്കെ. ക്ലിയർ? ഐ ഹോപ്പ് ദ ആൻസർ കുറച്ച് കൂടിപ്പോയെങ്കിലും മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മൾ ആസ് വി ഹാവ് സ്റ്റാർട്ടഡ് ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫ്യൂച്ചർ ആണല്ലോ ചിൽഡ്രൻ, അപ്പോൾ അവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമല്ലോ. Simply telling that for the digital detox, you have to make engagement to the children with a complete borderline supervision criteria, and then make them with the social settings, make them with the new things, new strangers, I mean new everything new. Okay, then give them correct instruction, lead them, monitor them, mentor them, finish. So Okay. scientifically within one quotation. Okay. This podcast is powered by Arun Ice Creams.